നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ആഗ്രഹിച്ച സാധനം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. ഇപ്പം പറ്റത്തില്ലെങ്കിൽ ഞാനിപ്പം ഓൺലൈനിലൊക്കെ നോക്കും. നമ്മുടെ പൈസ തികയാതെ വരുമ്പോഴാണ് ഞാൻ ഈ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം. അപ്പം എനിക്ക് പടം വരയ്ക്കാൻ അറിയാം. അപ്പം ഞാൻ മുമ്പ് പടം വരച്ചുകൊണ്ടിരുന്നത് ടേബിള് വെച്ചാണ്. അപ്പോൾ ഈ ടേബിളെ വെച്ച് പടം വരയ്ക്കുമ്പം ഈ ഒരു കണ്ണ് ഇങ്ങനെ പൊങ്ങിയും മറ്റേ താന്നും, അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഈ ഷേപ്പ് വലുതായി വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പം യൂട്യൂബിലൊക്കെ നോക്കിയപ്പം എല്ലാവരും ഈ ക്യാൻവാസ് യൂസ് ചെയ്താണ് പടം വരയ്ക്കുന്നത്. അപ്പോൾ എനിക്കും നല്ല ആഗ്രഹമുണ്ട് ക്യാൻവാസ് വേണം. അപ്പം ഞാനത് യൂട്യൂബിൽ നോക്കി എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം 3 ഇതൊക്കെ വേണം, പട്ടിയില കഷ്ണമൊക്കെ വേണം. അപ്പം ഞാൻ തീരുമാനിച്ച് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ചരിത്രമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പൈസ ചിലവായി. എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ എൻ്റെ അത്രയുള്ളൊരു ചെറിയൊരു എമൗണ്ടിൽ അതിൻ്റെ മുക്കാൽ അതിന് വേണ്ടി ചിലവായി. ഇപ്പം ഇത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് പറ്റുന്ന എനിക്ക് ഈ സ്ക്രൂവിൻ്റെ ഇതൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഈ ഒരു ഊഹം വെച്ച് പറയുന്നത് മാത്രമേ, അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ തടിയിൽ വെക്കുന്ന സ്ക്രൂവിൻ്റെ ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഈ കടയിലൊക്കെ ചെന്ന് ഈ തടിയിൽ പിടിപ്പിക്കാൻ പറ്റുന്ന സ്ക്രൂ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ സ്ക്രൂ തന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ടൈപ്പ് അല്ലായിരുന്നു ഇതിന് ചേരുന്നത്. അപ്പോൾ ആദ്യം 20 രൂപ കൊടുത്ത് കുറച്ച് സ്ക്രൂ മേടിച്ചു. അപ്പോൾ അത് ഈ ഡ്രില്ലിങ് മെഷീൻ്റെ അകത്ത് കയറുന്നില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്നില്ല. അപ്പം ആ സ്ക്രൂ പാഴായി. പിന്നീട് ഞാൻ വേറെ കടയിൽ ചെന്ന് സ്ക്രൂ മേടിച്ച് തടി കയറ്റണം. അപ്പോൾ സ്റ്റാറിൻ്റെ ആണ്. അപ്പോൾ അത് കയറുമെന്ന് വിശ്വാസം വെച്ചുകൊണ്ട് ഞാൻ മേടിച്ച്. അതും 15 രൂപ 20 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച്. അതുകൊണ്ട് ഡ്രില്ല് ചെയ്തപ്പോൾ പകുതി വെച്ച് കയറുന്നില്ല. തടിയുടെ അവിടെ വെച്ച് ഇങ്ങനെ സ്റ്റോപ്പായി. ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് അത് കയറാതെ അതിൻ്റെ ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഡ്രില്ലിങ് മെഷീൻ്റെ ഇത് കയറണം അവിടെ ഇങ്ങനെ ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങി 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 അത് സർക്കിളായി മാറി. അങ്ങനെ ആ സ്ക്രൂവും പരാജയമായി. ഇങ്ങനെ സ്ക്രൂ മേടിക്കാൻ വേണ്ടി ദൂരെ കടയിൽ പോകുന്നത്, പൈസ ചിലവാക്കുന്നത്, വണ്ടി പെട്രോള്. അപ്പം എന്നാലും എനിക്ക് ആഗ്രഹം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഇതിന്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വേറൊരു കടയിൽ പോയി. വേറെ ഈ കഥയിൽ ഈ ചില കാന്തമൊക്കെ പിടിപ്പിക്കുന്ന സാധനമുണ്ട്. അപ്പോൾ അതിന് വെക്കുന്ന ഒരു ബ്ലാക്ക് കളറിലെ സ്ക്രൂ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ചെറിയ സ്ക്രൂ ആട്ടിരുന്നു. അപ്പോൾ അത് കാണിച്ച് അതിൻ്റെ മേടിച്ച് വലുത് മേടിച്ച്. കുഴപ്പമില്ല, ബാക്കി നമുക്ക് ആക്സോ ഇട്ട് വെച്ച് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചു. അപ്പോൾ അതും മേടിച്ചുകൊണ്ട് വന്നു. അതും ഒരു 15 രൂപയ്ക്ക് മേടിച്ചു. ഉറപ്പില്ല, എന്നാലും മേടിച്ചു. അങ്ങനെ അതും കൊണ്ടുവന്ന് ഡ്രില്ല് ചെയ്തപ്പം അതും കയറുന്നില്ല. അതും ഈ പകുതിക്ക് വെച്ചിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പൈസ ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. അങ്ങനെ ഞാൻ ഇതിരുന്ന് ആലോചിച്ച് പിന്നെ അവസാനം ഞാൻ ഈ ചുറ്റിക കൊണ്ട് ഈ ആണി വെച്ച് ചുറ്റി കൊണ്ട് അടിച്ചു വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് വെച്ചപ്പോൾ അടിച്ചപ്പോൾ ഒരു ഭാഗം ഈ ബോർഡ് വയ്ക്കുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിലെ പട്ടിയിലെ കഷ്ണം പൊട്ടിപ്പോയി. തടി ഇത് ആണി കൊണ്ട് അടിച്ചതാണ്, പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, വല്ലാതായി. ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വെയിലത്ത് പോയി സാധനവും മേടിച്ചുകൊണ്ട് വന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ആണി അടിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും ഞാൻ വിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇത് നടന്നില്ലെങ്കിലും അത് ഏത് വിധേനയും നടത്തിയെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ആഗ്രഹമായിരുന്നു, ഒരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ആലോചിച്ച് ഞാനൊരു ഇത് മേടിച്ചാൽ ഈ ഇലക്ട്രീഷ്യന്മാരിപ്പം പുതിയ ടൈപ്പ് ഒരു ബെൽറ്റ് ഉണ്ട്. അതിപ്പോൾ അതിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോകത്തില്ല, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ആ ബെൽറ്റ് വീട്ടിലുണ്ടായിരുന്നു. ആ ബെൽറ്റ്
ഇനിയിപ്പം കെട്ടി വെക്കുന്ന പോലെ ആ ബെൽറ്റ് വെച്ച് അപ്പുറം ഇപ്പുറം ക്രോസ് വെച്ച് മുറുക്കി വയ്ക്കാം. അങ്ങനെ വിചാരിച്ചു. ഞാൻ ആ ബെൽറ്റ് എടുത്ത് ഫ്രണ്ടിൽ 3 ഇതായിട്ടാണ് സ്റ്റാൻഡ് പോലെ വെക്കണം. അങ്ങനെ ഓരോ അറ്റത്തായിട്ട് ഇങ്ങനെ പല കഷ്ണം വെച്ച് ഞാനതങ്ങനെ മുറുക്കി വെച്ച്. അത് വെച്ചപ്പോൾ നല്ല ഉറപ്പായിട്ട് അങ്ങ് ഇരുന്നു. അപ്പം എൻ്റെ ആഗ്രഹം ഞാൻ വിചാരിച്ച രീതിയിൽ നടന്നില്ലെങ്കിലും ആ ഒരു കാര്യം എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ച പോലെ സ്ക്രൂ ചെയ്ത് ഭംഗിയായിട്ട് വെക്കാം എന്ന് വിചാരിച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു വശം മാത്രം ആ ഈ ആണി അടിച്ച് ഉറച്ചിരുന്നു. നമ്മൾ ഇടതുവശത്തത് നേരെ ഇരിക്കുമ്പോൾ ഇടതുവശം ഉണ്ടല്ലോ, ഈ വശത്ത് ആ പട്ടിയിലെ കഷ്ണം പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ എന്താ പറയുക, ആ ബെൽറ്റ്, അതിനെന്തോ പേര് പറയും, എനിക്ക് അറിയത്തില്ല, ഞാൻ ബെൽറ്റ് എന്നാണ് അത് കടച്ചെന്ന് പറയുന്നത്. അപ്പോൾ ആ ബെൽറ്റ് വെച്ച് ഞാൻ സാധനം ഒരുവിധം ഒപ്പിച്ചെടുത്ത്, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യാൻവ വെച്ച് പടം വരയ്ക്കണം. ഞാൻ പടം വരയ്ക്കുന്ന വീഡിയോ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അതിന്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പടം വരയ്ക്കണമൊക്കെ. അപ്പം അത് നല്ല സൗകര്യത്തോടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ യഥാർത്ഥ ക്യാൻവാസ് പോലെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ, ഞാൻ മുമ്പും എന്താ പറയുക, ഈ പോഡ്കാസ്റ്റൊക്കെ നടത്തുന്ന മൈക്ക് ഉണ്ടല്ലോ, അപ്പം അതും ഞാനിതുപോലെ തടി വെച്ച് ഉണ്ടാക്കി ആണ്. ഞാൻ ഇടയ്ക്ക് അതൊക്കെ ഉപയോഗിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻവാസും ഞാൻ ഉണ്ടാക്കി. ഇനിയും മനസ്സിൽ തോന്നുന്ന ഓരോ ആഗ്രഹവും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.